ഞങ്ങളിന്നൊരു യാത്രയിലാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്പലങ്ങളിലൊക്കെ പോവുക. അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് മണ്ണാർശാല, ഓച്ചിറ, ഹരിപ്പാട് ഒക്കെ പോകാനായിട്ട് വന്നു. ഞങ്ങളുടെ കൂടെ ഒരു മോൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫ്രം കൽക്കട്ട തനയ ചൗധരി. അങ്ങനെ ഞങ്ങൾ യാത്ര പോവുകയാണ്. മോളില്ല, മോക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഓരോ സ്ഥലങ്ങളും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. തനയ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി, ഹരിപ്പാട് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, സുബ്രഹ്മണ്യ വിഗ്രഹമാണിവിടെ. അതിപ്രാചീന കാലം മുതലേ ഉള്ള ഒരു അമ്പലമാണ്. ഇവിടെ തൈപ്പൂയം ഒക്കെ ഭയങ്കര ഇതായിട്ട് നടക്കുന്നതാണ്. കാവടി എല്ലാത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു ക്ഷേത്രമാണ്. കുറേ നാളുകൊണ്ടേ ഞങ്ങൾ വരണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്കാലം മുതലേ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ക്ഷേത്രമാണ്. ഞങ്ങൾ കൊല്ലത്താണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവൻ്റ് ആയത് കാരണം അവിടെ താമസിച്ചിരുന്നു, അച്ഛൻ്റെ ഡ്യൂട്ടിയുടെ ഇതനുസരിച്ച്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പം ഞങ്ങളവിടെ എപ്പോഴും അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്ത് ആ അമ്പലമായിട്ട് ഹരിപ്പാട്, മണ്ണാർശാല ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതലൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന അമ്പലമാണിത്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ വരും, മാസത്തിലോ കുറേ നാളായി ഇപ്പോൾ വന്നിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ട് വന്നതുകൊണ്ടാണ് അതിന് അവിടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നതാണ് ഇവിടെ. അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ കയറുകയാണ്. കയറി ഞങ്ങൾ വഴിപാട്, അവിടുത്തെ വഴിപാടൊക്കെ ചെയ്യുകയാണ്. അമ്പലം വളരെ പ്രാധാന്യം വഹിക്കുന്നൊരു ക്ഷേത്രം തന്നെയാണിത്, സുബ്രഹ്മണ്യ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞ് പോവുമായിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്പലം അടയ്ക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എന്തായാലും ക്ഷേത്രം അടച്ചൊന്നുമില്ല. ഞങ്ങളിനി ഇവിടുത്തെ വഴിപാടുകളൊക്കെ വാങ്ങിക്കുകയാണ്. നാരങ്ങാമാലയാണ് അവിടുത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാട്. വേണ്ട തനയ പ്രസാദ വഴിപാടൊക്കെ വാങ്ങിച്ച്, തനയ്ക്ക് എന്താ അറിയത്തില്ല, തനയ്ക്ക് മലയാളം അറിയത്തില്ല കേട്ടോ, ഒട്ടും മലയാളം അറിയത്തില്ല. തനയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്. അങ്ങനെ ഞങ്ങൾ പൂവും ഒക്കെ വാങ്ങിച്ച് അവിടുത്തെ വഴിപാടുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പക്ഷെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഗണപതിക്കും മുരുകനും ഒക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ച് ഇത് ചുറ്റും ഞങ്ങൾ തൊഴുവാണ്. അപ്പം അകത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് പുറം ഭാഗമാണ്, വെളിയിൽ ചുറ്റി തൊഴുവാണ് ഇങ്ങനെ. ഹസ്ബൻഡ് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ, പുള്ളിയാണ് എടുക്കുന്നത്. അത് കാരണം പുള്ളിയെ കാണാനേ ഇല്ല. ഞങ്ങൾ ചുറ്റി തൊഴു. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു, വെയിൽ തുടങ്ങി. അതിൻ്റെ 4 വശവും നമ്മൾ തൊഴുകയാണ്. കൃഷ്ണക്ഷേത്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അകത്ത് കയറിയൊക്കെ തൊഴുതു. ഇങ്ങനെ ചുറ്റി എല്ലാം തൊഴുകയാണ്. നമുക്കിവിടെ വരുമ്പം നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു നൊസ്റ്റാൾജിയ ഇങ്ങനെ ഫീൽ ചെയ്യുക. അത് മുന്നേ മുതലേ വരുന്ന അമ്പലമായതുകൊണ്ട് ഞങ്ങളെല്ലാ ഞായറാഴ്ചയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇവിടെ വരുമായിരുന്നു, വന്ന് തൊഴുകയും ഒക്കെ ചെയ്യും. കാവടിയൊക്കെ കാണുമായിരുന്നു ഇവിടെ വന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാം തൊഴുത് ഇനി ഞങ്ങൾക്ക് മണ്ണാർശാലയിൽ പോകണം. അപ്പോൾ അവിടെ മണ്ണാർശാലയാകുമ്പോൾ കുറേ സമയം വരെ അമ്പലം അടയ്ക്കാതിരിക്കുമല്ലോ. ഇനി ഇവിടെ അടച്ചു പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഇവിടെ ആദ്യം വന്നതാണ്. എന്നിട്ട് ഇനി മണ്ണാർശാലയിൽ പോകണം, ഓച്ചിറയിൽ പോകണം. അങ്ങനെ 3 പോകാനായിട്ടാണ് വന്നത്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ തൊഴുതിട്ട് പോകാനുള്ള ഒരു ഇത് നോക്കുവാണ്. അങ്ങനെ ചുറ്റുമൊക്കെ തൊഴുത് പുള്ളി അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇങ്ങനെ സൈഡിൽ ഇറങ്ങുന്ന ഒരു ഇത്തിരി സമയം ഇതിനകത്തുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ തൊഴുതിട്ടും പുള്ളിക്ക് തൊഴുത് കഴിഞ്ഞില്ല, അങ്ങനെ തൊഴുതിട്ടൊക്കെ വരുമായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ വെളിയിലൂടെ ഒക്കെ പോവുകയാണ്. പോയി അതിൻ്റെ 4 വശവും ഒക്കെ കാണുവാണ്. മയിൽ കിടക്കുന്ന ആ കുട്ടിക്ക് കാണണം മയിലെന്നും പറഞ്ഞ് അതിനെയൊക്കെ കാണാനാണ് വന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് പോവുക. തൊട്ടടുത്തൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. നമ്മളിങ്ങനെ അവിടെ പോകും. ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് പോകും. അവിടുത്തെ പ്രധാന വഴിപാട് അറിയാമല്ലോ, വെറ്റമാലയാണ്. അങ്ങനെ
വെറ്റമാലയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴും നന്നായിട്ടൊക്കെ തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഹനുമാനെയൊക്കെ കാണാൻ പറ്റി. അമ്പലം അടച്ചില്ല. എനിക്കതായിരുന്നൊരു പേടി, അമ്പലം അടച്ചു പോവുമോ. അങ്ങനെ ഇനി അകത്തോട്ട് പോവുകയാണ്. വെറ്റമാല വാങ്ങിക്കുകയാണ്. വെറ്റമാല വാങ്ങിച്ചു ഭഗവാനിടാനായിട്ട് ഹനുമാൻ സ്വാമിക്ക്. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിയൊന്ന് തൊഴുത് ഇനി ഞങ്ങൾ മണ്ണാർശാലയിലെത്തി. അവിടെ കുളത്തിൽ കാല് കഴുകുകയാണ്. കാല് കഴുകി അമ്പലത്തിലോട്ട് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. കാലൊക്കെ കഴുകി വെള്ളത്തിൽ നല്ല ശരിക്കും മീനൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൻ്റെ മുന്നിലെത്തി. പക്ഷേ നമുക്ക് അകത്തോട്ടൊന്നും എടുക്കാനുള്ള അനുവാദമില്ല, അറിയാലോ. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ കാണുകയാണ്. നാഗദൈവങ്ങളെയൊക്കെ കാണുക. ഇതിനെക്കുറിച്ച് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. നാഗരാജാക്കന്മാരെക്കുറിച്ച്, സർപ്പദൈവങ്ങളെക്കുറിച്ച്. ജീവിക്കുന്ന സത്യമുള്ള ദൈവം തന്നെയാണ് സർപ്പദൈവങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നാഗദോഷങ്ങൾ തീർക്കുവാൻ ഇവിടെ എത്തുന്നുണ്ട്. ഇത് അമ്പലത്തിനകത്തുള്ള കുളമാണ്. ആമകളാണ് ഇവിടെ ഇഷ്ടംപോലെ ഉള്ളത്. ആമകളെ കാണാൻ നിങ്ങൾ നോക്കിക്കോ. ഇത് നിലവറയാണ്, ഇല്ലം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ചെറിയ പ്രായത്തിലേ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്കൊരു എല്ലാം ഒരുമാതിരിയൊക്കെ അറിയാൻ പറ്റും നമുക്ക്. എൻ്റെ മോനെയൊക്കെ കല്യാണം കഴിഞ്ഞു. എൻ്റെ മോനൊക്കെ ഉണ്ടായ സമയത്തും അവനെയും കൊണ്ട് ഇവിടെ വന്ന് എഴുത്തിനിരുത്തിയത് മോൻ എവിടെയാണ്. മോളെയും ഇവിടെ തന്നെയാണ്. 2 മക്കളെയും എൻ്റെ എഴുത്തിനിരുത്തിയത് ഇവിടെ തന്നെയാണ്. ഭഗവാന്റെ മണ്ണാർശാലയിൽ കൊണ്ടുവന്ന് തന്നെയാണ് ചെയ്തത്. ഈ ഇല്ലത്ത് വെച്ചാണ് ഒരു തിരുമേനിയാണ് അവർക്ക് 2 പേർക്കും എഴുതി കൊടുത്ത്, നാക്കിലൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തത്. അങ്ങനെ ഈ അമ്മയൊക്കെ ഞങ്ങൾ മുന്നേ ദർശിച്ചിട്ടുണ്ട്. അമ്മയായിട്ടൊക്കെ പണ്ടത്തെ അമ്മയെ കൂടെ ഞങ്ങൾ ഹസ്ബൻഡ് അന്ന് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അമ്മയുടെ ഫോട്ടോയൊക്കെ ഞങ്ങളുടെ ആൽബത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ അമ്മ മരിച്ചുപോയി. ഇപ്പം പുതിയ അമ്മയൊക്കെയാണ്. അപ്പോൾ ആ അമ്മയും കൂടെ കാണാമെന്ന് പറഞ്ഞാണ് വന്നത്. അമ്മയെ കാണുന്ന ദർശനം ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കയറി കണ്ടു. അവിടുന്ന് തന്നെ ഭക്ഷണവും കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അവിടെ നല്ല തിരക്ക്. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നല്ല സ്വാദായിരുന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാലയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അകത്ത് തന്നെ അവിടുത്തെ വഴിയോര കച്ചവടങ്ങളൊക്കെയാണ്. നല്ല കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓച്ചിറ അമ്പലത്തിലോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ സ്പീഡിൽ അങ്ങ് ഇറങ്ങിയതാണ്. എല്ലാ അമ്പലങ്ങളൊക്കെ അടച്ചാലും പിന്നെ ഓച്ചിറ. അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ വന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നതും പ്രാധാന്യമുള്ള അമ്പലവും പ്രാചീന ക്ഷേത്രവുമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. നല്ല വെയിലായി. ഞങ്ങൾ വെയിൽ കൊണ്ട് കരിഞ്ഞ് ഞങ്ങൾ നല്ല ഷോളൊക്കെ ഇട്ട്. ആ കൊച്ചിനാണെങ്കിൽ, ആ തനയ്ക്കാണെങ്കിൽ വെയിലേ കൊള്ളാൻ പറ്റത്തില്ല. അതിന് ഒരു കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത അറിയാമല്ലോ, ഇവിടെ അമ്പലമില്ല. പരബ്രഹ്മം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് സമയം വന്നാലും നമുക്കിവിടെ കയറി തൊഴാം. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രത്യേകത. അമ്പലം അടച്ചു പോകുന്നൊരു വിഷമം വേണ്ട. പിന്നെ ഇവിടുത്തെ കാളായി നമ്മളിങ്ങനെ തൊട്ട് തൊഴുന്നത്, പരബ്രഹ്മത്തെ തൊട്ട് തൊഴുന്നതിന് തുല്യമായിട്ട് ആൾക്കാരിങ്ങനെ എല്ലാം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ദക്ഷിണ കൊടുത്ത് അതിനെ തൊട്ട് തൊഴാറുണ്ട്. ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം വൃശ്ചിക മാസമായിട്ട് ഇവിടെ ഭയങ്കര വിശേഷമാണ്. 41 വരെ ഭയങ്കര വിശേഷവും കച്ചവടങ്ങളും. രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വരുന്നുണ്ട് ഓച്ചിറ പരബ്രഹ്മ ഭഗവാനെ കാണാൻ വേണ്ടി. പിന്നെ ആൾക്കാർ ഇവിടെ എല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഭിക്ഷയ്ക്ക് ഇരിക്കുകയാണ്. എല്ലാവരും വന്ന് പൈസയൊക്കെ കൊടുക്കുകയും ഇവിടം കൊണ്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. എപ്പോൾ വന്നാലും അന്നദാനം കിട്ടും ഇവിടെ. അപ്പോൾ ഇതുകൊണ്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചെല്ലാവരും തൊഴുതിട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ 2 ക്ഷേത്രമായിട്ടാണ്, 2 ഭാഗത്തായിട്ടാണ് അമ്പലം. അപ്പോൾ നമ്മൾ വെയിലിന് മുന്നേ വന്നാൽ വെയിലൊന്നും കൊള്ളാതെ തൊഴുതിട്ട് പോകാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പരബ്രഹ്മത്തെ കാണാൻ നിൽക്കുകയാണ്, തൊഴുകയാണ്. തൊഴുതിട്ട് ഇവിടുത്തെ വഴിപാടുകളൊക്കെ, ഈ തനയ്ക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ഇങ്ങനെയുള്ള അമ്പലമൊന്നും കണ്ടിട്ടില്ല. എപ്പോഴും ഞങ്ങൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇത് ഏത് അമ്പലമാണെന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെയും കൊണ്ട് ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വഴിപാടൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇവിടുത്തെ വഴിപാട് അറിയാമല്ലോ, ആൾരൂപങ്ങളാണ്. ഓരോ അസുഖത്തിനും നമ്മൾ
കാലുവേദന, കൈവേദന, ശരീരവേദനയ്ക്കൊക്കെ ഓരോ കാലിനാണേ കൈക്ക് ഇങ്ങനെ ഓരോ രൂപങ്ങൾ നമുക്ക് കിട്ടും. അത് നമ്മൾ വാങ്ങിച്ച് ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറുമെന്നാണ് ഇതിൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വഴിപാടൊക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് ബ്രഹ്മത്തെ തൊഴുകയാണ്. ശിവനാണ് നമ്മൾ തൊഴുത് ഇവിടെ ഓരോരുത്തരും വഴിപാട് ചെയ്യുകയാണ്. ഇവിടുത്തെ വഴിപാടെന്ന് ഇവിടുത്തെ പ്രസാദം വെച്ചാൽ ചെളിയാണ് ഇവിടുത്തെ. അത് നമ്മളിങ്ങനെ അകത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ നെറ്റിയിലിടും. ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ തിരിച്ചു പോകേണ്ട ഒരാവശ്യം ഉണ്ടായത് കാരണം നമ്മൾ സ്പീഡിൽ എല്ലായിടവും ഒന്ന് പോയി തൊഴണം എന്ന് വിചാരിച്ചാണ്. അങ്ങനെ ചുറ്റും നമ്മളിവിടെ എല്ലാം ചുറ്റി തൊഴുകയാണ്. 4 വശവും തൊഴുത്. അകത്ത് പക്ഷേ വെയിലൊന്നും ഇല്ലായിരുന്നു. നല്ല സുഖമായിരുന്നു. ഒരു ശാന്തത ഫീൽ ചെയ്തു നമുക്കിവിടെ. അങ്ങനെ 4 വശവും നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ മായഷിക്കാവിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. 2 അമ്പലത്തിലും പോയി. 2 അമ്പലത്തിലും എല്ലാം നന്നായിട്ടൊക്കെ ചുറ്റി തൊഴുത് 2 സ്ഥലത്തും ഇവിടെ 2ാമത്തെ അമ്പലത്തിൽ വന്ന് അവിടെയും ഒക്കെ പ്രാർത്ഥിച്ച് തൊഴുകയാണ്. ഞങ്ങൾ ആൾരൂപങ്ങളൊക്കെ വെച്ച് വാങ്ങിച്ച് ഭഗവാന് വെച്ചായിരുന്നു. അങ്ങനെ അമ്പലം ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു മനസ്സിന് ഭയങ്കര ശാന്തത. ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അറിയാമല്ലോ, എനിക്കൊരു പ്രത്യേകതയാണ്. 2 ആൾരൂപങ്ങളാണ് ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നത്. വരാത്തവർക്ക് പോലും നമ്മൾ ആൾക്കാർ അമ്പലത്തിൽ ഓച്ചറേ പോവുകയാണെങ്കിൽ ഒരു ആൾരൂപം വാങ്ങിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വഴിപാട് തന്ന് വിടാറും നമ്മൾ ചെയ്യാറും ഒക്കെ ഉണ്ട്. അത് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ്. നമ്മുടെ ആരോഗ്യത്തിനും ശരീരബലത്തിനും ഒക്കെ ആൾരൂപങ്ങൾ വാങ്ങിച്ച് വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നെ മായഷിക്കാവിലോട്ട് പോവുകയാണ്. നമ്മൾ മായഷിക്കാവിൻ്റെ അടുത്ത് വന്ന് അവിടെ ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണൽ. അങ്ങനെ കാവിലോട്ട് നമ്മൾ കയറുകയാണ്. കയറി അവിടെയും നാഗരാജാവിനെയൊക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കച്ചവടം അവിടെ ഓച്ചറയിൽ എല്ലാവർക്കും അറിയാം. ഓച്ചറയിൽ വളരെ വിശേഷപ്രദമായ കച്ചവടങ്ങളാണ്. എവിടെയും കിട്ടാത്ത സാധനങ്ങൾ ഓച്ചറ അമ്പലത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര കച്ചവടമാണ്. ഇവിടെ പോകുന്നവർ വൃശ്ചിക മാസത്തിൽ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരും. പിന്നെ ഭയങ്കര കച്ചവടമാണ്. എല്ലാ സാധനവും എല്ലാവരും പണ്ട് പറയുകയാണ്, അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം ഓച്ചറയിൽ ചെന്നാൽ കിട്ടുമെന്നാണ് പറയുന്നത്. ശബരിമലയിൽ പോകുന്നവരെല്ലാവരും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. മിക്കവരും ഇവിടെ വന്ന് തൊഴുത് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് മലയ്ക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷപ്രദമായ അമ്പലമാണിത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇനി അങ്ങ് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെ പോകണം. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങളിനി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ ഒരുപാട് നന്ദി. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ പുതിയ ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. Oh.